നമസ്കാരം. വി ഡി സതീശൻ്റെ പത്രസമ്മേളനത്തിൽ എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ഒന്നുമില്ലായിരുന്നു എന്ന് പറയേണ്ടി വരും. വി ഡി സതീശൻ ഇങ്ങനെ വരുന്നു. വി ഡി സതീശൻ കുറേ നേരം ആഗോള അയ്യപ്പ സംഗമത്തെ കുറ്റം പറയുന്നു. സ്വാഭാവികം, കുറേ ദിവസങ്ങളായി ആഗോള അയ്യപ്പ സംഗമം എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ ഉറക്കം കെടുത്തിയിട്ടുണ്ട്. അവർ എത്രത്തോളം കള്ളം പ്രചരിപ്പിച്ചിരുന്നാലും ശരി. എന്നാൽ വന്നിരുന്നു കൊണ്ട് പറയുന്നത് നമുക്കറിയാം, വി ഡി സതീശൻ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ ഇത്രയും കാലമായി ഇടതുപക്ഷ സർക്കാർ ശബരിമലയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടോ അവിടുത്തെ സൗകര്യങ്ങൾ അവിടെ എത്തുന്ന തീർത്ഥാടകർക്കുള്ള സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും നടപടിക്രമങ്ങൾ പാലിച്ചിട്ടുണ്ടോ, അല്ലെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്നതടക്കമുള്ള പച്ച നുണയില്ലേ പ്രചരിപ്പിക്കുന്നത്. പൊതുമരാമത്ത് വകുപ്പ് തന്നെ അവിടെ എല്ലാ വർഷവും അവിടെ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കോടികളല്ലേ മുടക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും കണക്കുകളില്ല. അതിനെക്കുറിച്ചൊന്നും എന്തുകൊണ്ട് വി ഡി സതീശൻ മറച്ചു പിടിക്കുന്നു? അതോടൊപ്പം തന്നെ അവിടെ ഓരോ മണ്ഡല കാലഘട്ടത്തിലും അവിടെ നടത്തുന്ന ഓരോ ശുചീകരണ പ്രവർത്തനങ്ങൾ അടക്കമുള്ളവയ്ക്കായി എത്രയോ കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ നീക്കിവെക്കുന്നത്. അതുമാത്രമല്ല, ഈ ഓരോ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓരോ ദേവസ്വം ബോർഡിൻ്റെ കീഴിലും വരുന്ന അമ്പലങ്ങൾക്കായിട്ട് അല്ലെങ്കിൽ ദേവസ്വം ബോർഡിനുമായി അവരുടെ ക്ഷേത്ര പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക്, അവരുടേതായ വികസന പ്രവർത്തനങ്ങൾക്ക്, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് തുടങ്ങിയ കാര്യങ്ങൾക്കായിട്ട് എത്രയോ കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ എല്ലാ വർഷവും ബജറ്റിൽ നീക്കി വയ്ക്കുന്നത്. എന്നിട്ടും പറയുകയാണ് ഇത് വികസനമൊന്നും നടക്കുന്നില്ല, അല്ലേ, അതിന് വേണ്ടിയിട്ട് കാര്യക്ഷമമായ പ്രവർത്തനങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. ഇത് കള്ളമല്ലേ? ശബരിമലയിലേക്ക് പോകുന്ന അയ്യപ്പ ഭക്തരെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ റോഡിൻ്റെ നിലവാരത്തെക്കുറിച്ച്, അതും ഈ പറയുന്ന സമയങ്ങളിൽ മണ്ഡലകാലങ്ങളിൽ ഉണ്ടാകുന്ന റോഡിൻ്റെ ആ ഒരു അവസ്ഥയെക്കുറിച്ചൊക്കെ ഒരുമാതിരിപ്പെട്ട അയ്യപ്പ ഭക്തന്മാർക്കൊക്കെ അറിയാം. അവിടെ പലപ്പോഴും പാർക്കിങ്ങിന് മാത്രമാണ് പലപ്പോഴും പ്രശ്നം ഉണ്ടാകുക. ഇപ്പോൾ പറയുന്ന വെർച്വൽ ക്യൂ എന്ന് പറയുന്ന സംവിധാനം കൊണ്ടുവന്നപ്പോൾ അതിനെ എതിർത്തവരാണ് ഈ പറയുന്ന കോൺഗ്രസ്സുകാർ. അങ്ങനെ ഒരു സംവിധാനം കൊണ്ടുവരുമ്പോൾ ഭക്തന്മാർക്ക് അവിടെ കൃത്യമായി എത്താൻ കഴിയാത്ത ഒരു സാഹചര്യം വരുന്നു എന്ന് പറയുമ്പോഴും 1,00,000-ലധികം ആളുകൾ ഇത്തവണ ശബരിമലയിൽ ദർശനം നടത്തി പോയി എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്തായിരുന്നു അതുകൊണ്ടുണ്ടായൊരു ഗുണം എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ആ പറയുന്ന 1,00,000 പേര് അധികം വന്നിട്ട് പോലും അവർക്ക് വേണ്ട രീതിയിൽ അവിടെ വന്ന് ദർശനം കിട്ടി തിരിച്ചു പോകാൻ സാധിച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ പലപ്പോഴും നമ്മൾ ആലോചിച്ച് നോക്കുക, ഇവിടെ എന്തെല്ലാം തരത്തിലുള്ള പോരായ്മകൾ ശബരിമല സന്നിധാനവുമായി ബന്ധപ്പെട്ട് ശബരിമലയുമായി ബന്ധപ്പെട്ട് UDF ഭരണകാലത്തുണ്ടായിട്ടുണ്ട്, എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, എന്തെല്ലാം പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ശബരിമലയുടെ കാര്യത്തിൽ UDF സർക്കാരിന് ചെയ്യാൻ കഴിയാത്ത പല കാര്യങ്ങളും ഇന്ന് LDF സർക്കാർ ചെയ്യുന്നു എന്നുള്ളതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ അവിടെ ആഗോള അയ്യപ്പ സംഗമം നടത്തിയപ്പോൾ ചില സാമുദായിക സംഘടനകളെ, ഇപ്പോൾ ഉദാഹരണത്തിന് SNDPയുടെയും NSSൻ്റെയും ഒരു വലിയൊരു പങ്കാളിത്തം അവിടെ ഉണ്ടാക്കിക്കൊണ്ട് വരാൻ സാധിച്ചു എന്നുള്ളത് LDFനെ സംബന്ധിച്ചിടത്തോളം ഒരു വൻ വിജയം തന്നെയാണ്. പിന്നെ തന്നെയുമല്ല, അവിടെ രാഷ്ട്രീയ ചർച്ചകൾ ആണോ നടന്നതെന്ന് ചോദിച്ചാൽ അല്ലേയല്ല. ശബരിമലയെ ഒരു 2050 എന്ന് പറയുന്ന ഒരു വർഷമാകുമ്പോഴേക്കും ശബരിമല ഏത് തരത്തിലായിരിക്കണം എന്നുള്ളതിൻ്റെ ഒരു മാസ്റ്റർ പ്ലാനിൻ്റെയും വികസന പ്രവർത്തനങ്ങളുടേതായ ഒരു മാതൃകയല്ലേ അവിടെ അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. അതുമായി ബന്ധപ്പെട്ട ക്രിയാത്മകമായ ചർച്ചകളല്ലേ അവിടെ നടന്നത്. അല്ലാതെ വി ഡി സതീശൻ പറയുന്ന പോലെ അവിടെ നിന്ന് കപട അയ്യപ്പ ഭക്തനായി പിണറായി വിജയൻ മാറിയ കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അല്ലേയല്ല. ഒരു ഭരണാധികാരിയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയത്തിനപ്പുറത്ത് നിന്നുകൊണ്ട് തൻ്റെ അധികാരപരിധിയിൽ വരുന്ന ഒരു ക്ഷേത്രത്തെ എങ്ങനെ വികസിപ്പിക്കണമെന്നും അതിൽ നിന്ന് എങ്ങനെ കൂടുതൽ വരുമാനം സംസ്ഥാനത്തിനുള്ളിലേക്ക് കൊണ്ടുവരണം എന്ന് ചിന്തിക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഈ പറയുന്ന അടുത്ത തവണ ഭരണം മാറി വന്നെന്നിരിക്കട്ടെ, അപ്പം ഈ പറയുന്ന UDF സർക്കാർ ഈ പറയുന്ന ഈ പിണറായി വിജയൻ കൊണ്ടുവന്ന ആ മാസ്റ്റർ പ്ലാൻ എടുത്ത് ദൂരെ കളയുമോ? അങ്ങനെ വന്ന ജനവഞ്ചനയല്ലേ UDF കാണിക്കുന്നത്. അത് അത്തരത്തിലുള്ള നിരവധി വഞ്ചനകളെക്കുറിച്ച് ഇതിന് മുൻപ് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇപ്പം ഈ പറയുന്ന സർക്കാർ കൊട്ടിഘോഷിച്ചുകൊണ്ട് അവിടെ ഉദ്ഘാടനം വരെ നടത്തി വയനാട് തുരങ്കപാത, അത് വേണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി എന്ത് ചെയ്യും? അപ്പോൾ അവർ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് അല്ലെങ്കിൽ ഒരു പ്രദേശത്തെ വളർത്തിയെടുക്കുക എന്നുള്ളത് ഏതൊരു സർക്കാരിൻ്റെയും ഉത്തരവാദിത്തമാണ്. അപ്പോൾ അതുകൊണ്ട് എന്തുകൊണ്ട് വിരളി പിടിക്കുന്നു? അപ്പം പിന്നെ ശരിക്കും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വി ഡി സതീശൻ വല്ലാതെ വിരളി പിടിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയിൽ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം. എന്നിട്ട് വി ഡി സതീശൻ ഇതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത് ഞാൻ ഒറ്റയ്ക്കെടുത്ത ഒരു തീരുമാനമല്ല എന്നും അതൊരു കൂട്ടായ തീരുമാനത്തിൻ്റെ ഭാഗമാണെന്നും തന്നെ ഒറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ നൽകുന്ന ചില വാർത്തകളാണ് ഈ രീതിയിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം ഉയർന്നു വന്നപ്പോൾ വി ഡി സതീശൻ എത്രത്തോളം പ്രതിരോധത്തിലായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. ഇനി ഇതിൻ്റെ പിന്നിൽ, അതായത് ഈ പറയുന്ന റിനി എന്ന് പറയുന്ന ആ പെൺകുട്ടിയുടെ മൊഴി വന്നത് വി ഡി സതീശൻ പറയുകയും ചെയ്തു, എനിക്ക് മകളെ പോലെയാണ് എന്ന് പറയുന്നു, ഒരു അച്ഛനും മകളും തമ്മിലുള്ള ബന്ധം പോലെയാണ് ഞങ്ങൾ തമ്മിലുള്ളതെന്നൊക്കെ വി ഡി സതീശൻ മാധ്യമങ്ങൾക്ക് മുമ്പിൽ തുറന്നടിച്ചപ്പോൾ ഇവിടുത്തെ എല്ലാ യൂത്ത് കോൺഗ്രസ്സുകാരും വിചാരിച്ചിരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ തകർക്കാൻ വേണ്ടിയിട്ട് വി ഡി സതീശൻ മനഃപൂർവ്വം കെട്ടിച്ചമച്ച ഒരു കഥയാണ് എന്ന് തരത്തിലേക്ക് അതിനെ വ്യാഖ്യാനിക്കുകയും സോഷ്യൽ മീഡിയയിലൂടെ വി ഡി സതീശനെ ഒറ്റപ്പെടുത്തുന്ന തരത്തിലുള്ള അക്രമങ്ങൾ, സാമൂഹ്യ മാധ്യമ
ആക്രമണങ്ങൾ അല്ലെങ്കിൽ സൈബർ അറ്റാക്കുകൾ നടക്കുകയും ചെയ്ത ഒരു സാഹചര്യം നമുക്കിവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയെല്ലാം വന്നപ്പോൾ വി ഡി സതീശന് മനസ്സിലായി കാൽച്ചോട്ടിലെ മണ്ണൊലിച്ചു പോകുന്നു. എല്ലാമായി തൻ്റെ സഹോദരനെ പോലെ മകനെ പോലെ ഒക്കെ കൊണ്ടു കടന്ന രാഹുൽ മാങ്കൂട്ടത്തിലാണെങ്കിൽ ഒരു പെട്ടെന്ന് തന്നെ ഒരു മാറ്റം വരുന്നു. എന്നിട്ട് രണ്ടുപേർ രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും കൂടെ ചേർന്ന് അവിടെ ഒരു ലീഗ് ഉണ്ടാക്കുന്നു. ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ പി സി വിഷ്ണുനാഥ് ചേരുന്നു. ഇവരെല്ലാം കൂടെ ചേർന്നൊരു ശക്തമായ പാർട്ടി സംവിധാനത്തിലേക്ക് പോയപ്പോൾ അല്ലെങ്കിൽ ശക്തമായ ഒരു എതിർചേരി രൂപപ്പെടുത്തി കഴിഞ്ഞപ്പോൾ വി ഡി സതീശൻ എന്ന് പറയുന്ന ഒരാൾ ഒരു സൈഡിലേക്ക് എത്തി. ആ സൈഡിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴേക്ക് അവിടേക്ക് ആൾക്കാർ, അതായത് വി ഡി സതീശനെ ഒഴിവാക്കിക്കൊണ്ട് സതീശൻ വിരുദ്ധ ചേരി എന്നുള്ള നിലയിലേക്ക് എ ഗ്രൂപ്പ് അറിയപ്പെടുന്ന തരത്തിലേക്ക് പോവുകയും ചെയ്തു. അപ്പോൾ വി ഡി സതീശനെ എതിർത്ത് നിൽക്കുന്ന പലരും നേരെ എ ഗ്രൂപ്പിലേക്ക് അഭയം തേടി ഷാഫി പറമ്പിലിനെയും രാഹുൽ മാങ്കൂട്ടത്തിനെയും പി സി വിഷ്ണുനാഥിനെയും കൂടെ ചേർന്ന് ചാരി നിൽക്കാൻ തുടങ്ങി. എന്തിനേറെ പറയാൻ, എല്ലാത്തിനും റാം നൂളി നടന്നിരുന്ന സണ്ണി ജോസഫ് വരെ നേരെ അവിടെ പോയി ഷാഫി പറമ്പിലുമായിട്ട് അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടവുമായി ഒരു ഒത്തുതീർപ്പുണ്ടാക്കി അവർക്കൊപ്പം ചേരുന്നു. അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ സ്വാഭാവികമായും എല്ലാ മാധ്യമങ്ങളും അച്ചുനിരത്തി ഇവിടെ ഈ പറയുന്ന പോലെ വി ഡി സതീശൻ ഒറ്റപ്പെടുന്നു. അക്ഷരാർത്ഥത്തിൽ ഒറ്റയ്ക്ക് തന്നെയാണ് വി ഡി സതീശൻ. ഇപ്പോൾ വി ഡി സതീശനെ എതിർത്തുകൊണ്ട് NSSും SNDPയും കൂടി രംഗത്ത് വന്നതോടി പൂർണ്ണമായും ആ ഒരു അവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇനി വി ഡി സതീശന് പിടിച്ചു നിന്നേ മതിയാവൂ. പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ പിണറായി വിജയനെ കുറ്റം പറയണം. പിണറായി വിജയനെ കുറ്റം പറയണമെങ്കിൽ ആഗോള അയ്യപ്പ സംഗമത്തെ കുറ്റം പറയണം. അവിടെ 620 പേരെ വന്നിട്ടുള്ളൂ എന്നുള്ള തരത്തിലേക്ക് അതിനെ കൊണ്ടുവന്ന് എത്തിച്ച് പിന്നെ ഇതൊരു വലിയ ഫ്ലോപ്പായിരുന്നുവെന്നും അവിടെ രാഷ്ട്രീയമാണ് സംസാരിച്ചതെന്നും വരുത്തി തീർക്കണം. അത്രയേ ഉള്ളൂ. എന്നിട്ട് പറയുകയാണ് ഞങ്ങൾ അവിടെ പോയിരുന്നെങ്കിൽ ഞങ്ങൾ കൂടി അപഹസിക്കപ്പെട്ടേനെ എന്ന് വി ഡി സതീശൻ പറയുന്നുണ്ട്. എങ്ങനെയാണ് നിങ്ങൾ ശരിക്കും കോൺഗ്രസ് അല്ലെങ്കിൽ UDF കേരളത്തിൽ അപഹസിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ആ കാര്യം നിങ്ങൾ ഇപ്പോൾ മത്സരിക്കാൻ പോകുന്നതേ ഒരു അപഹാസ്യമായ പ്രവൃത്തിയാണ്. ഈ മൂന്നാം വട്ടവും വീണ്ടും പ്രതിപക്ഷത്തിരിക്കാൻ വേണ്ടിയാണോ നിങ്ങൾ മത്സരിക്കാൻ പോകുന്നത് എന്ന തരത്തിലുള്ളൊരു ടോക്ക് ഇപ്പോഴേ ഉണ്ട്. അപ്പം ഞങ്ങൾ ഇവിടെ 100 സീറ്റ് പിടിക്കും എന്നൊക്കെ അവകാശവാദം ഉന്നയിക്കാം. പക്ഷേ ജനങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളുണ്ട്. ഇപ്പം എന്തെല്ലാം മുടന്ത ന്യായങ്ങളാണ് പറഞ്ഞത്. ഇവിടെ NH-66 വികസനം അങ്ങോട്ട് പൂർത്തിയായി കഴിയുമ്പോഴേക്ക് അവിടെ കാറ് പിന്നെ ഓട്ടോറിക്ഷയ്ക്കും ട്രാക്ടറിനും സ്കൂട്ടറിനും ബൈക്കിനും ഒക്കെ അതായത് 2 വീലേഴ്സിനും ഓട്ടോറിക്ഷയ്ക്കും ട്രാക്ടറിനും ഒക്കെ പെർമിഷൻ കൊടുക്കുമെന്ന എന്ത് വിദണ്ഡവാദമാണ് ഉന്നയിച്ചിരിക്കുന്നത്. എന്ത് ലോജിക്കാണ് വി ഡി സതീശൻ അത് പറഞ്ഞതിൻ്റെ പിന്നിൽ. കേവലം ജനങ്ങളെ, അതായത് ഓട്ടോറിക്ഷ ഉപയോഗിക്കുന്ന സാധാരണക്കാരെയും ബൈക്ക് ഉപയോഗിക്കുന്ന സാധാരണക്കാരെയും ട്രാക്ടറിൽ പോയുന്ന കർഷകരെയും ഒക്കെ ഉദ്ദേശിച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ശാസ്ത്ര സാങ്കേതിക വിഷയങ്ങളെക്കുറിച്ച് പരിജ്ഞാനമില്ലാത്ത തരത്തിലാണ് വി ഡി സതീശൻ അത് പറഞ്ഞത് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. പിന്നെ മറ്റൊരു കാര്യം കൂടി നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നിയമസഭയുമായി ബന്ധപ്പെട്ടിട്ട് അവിടെ നടത്തിയിട്ടുള്ള എല്ലാ അടിയന്തര പ്രമേയ ചർച്ചകളും നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോൾ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു സംഘടനാ സംവിധാനവും UDF എന്ന് പറയുന്ന ആ മുന്നണി സംവിധാനവും വല്ലാത്ത ഒരു പരിതാപകരമായ അവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു. അവരുന്നയിച്ച ഏത് അടിയന്തര പ്രമേയമാണ് സഭയിൽ UDFന് അനുകൂലമായി വന്നത്? ഒന്നുമില്ല. അവർ കൊണ്ടുവന്ന വിലക്കയറ്റം അടക്കമുള്ള ആരോഗ്യമേഖല അടക്കമുള്ള എല്ലാ, അതോടൊപ്പം തന്നെ ആഭ്യന്തര വകുപ്പ് അടക്കമുള്ള എല്ലാ പ്രശ്നങ്ങളെയും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അടിയന്തര പ്രമേയ ചർച്ചകളിലെല്ലാം അത് LDFന് സ്കോർ ചെയ്യാൻ സാധിക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കാൻ മാത്രമേ UDFന് സാധിച്ചുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ UDFന് LDFന് വലിയ ചെലവില്ലാതെ തങ്ങളുടെ പദ്ധതികളെക്കുറിച്ചും കഴിഞ്ഞ കാലങ്ങളിൽ UDF എന്താണ് പ്രവർത്തിച്ചത് എന്നുള്ളതിനെക്കുറിച്ചും വിമർശനാത്മകമായി തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചു. എന്തിനേറെ പറയാൻ GRNൽ പോലും പിന്നെ വി ഡി സതീശന് നന്ദി പറയുന്ന ഒരവസ്ഥ വരെ ഉണ്ടായില്ലേ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവർ കൊണ്ടുവരുന്ന അടിയന്തര പ്രമേയ ചർച്ച വന്നതുകൊണ്ടാണ് പല കാര്യങ്ങളും ഈ സഭയിലെ ചർച്ചയിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സംസ്ഥാന സർക്കാരിന് സാധിച്ചത്. അപ്പോൾ അങ്ങനെ പോലും ഒരു മുന്നേറ്റം ഉണ്ടാകാതെ തീർത്തും ഈ പറയുന്ന പടവലങ്ങയുടെ വളർച്ച പോലെ നേരെ താഴേക്ക് വളർന്നുകൊണ്ടിരിക്കുകയാണ് UDF. കഴിഞ്ഞ 2 തവണ സാധാരണഗതിയിൽ ഒരു തവണയൊക്കെ അധികാരം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കൂടുതൽ കരുത്തരായി അവർ കയറി വരുന്ന ഒരു സാഹചര്യമാണ് സാധാരണ കേരളത്തിൽ പൊതുവെ കണ്ടുവന്നിട്ടുള്ളത്. എന്നാൽ അതേസമയം 2 തവണ പരാജയപ്പെട്ടതിന് ശേഷവും വലിയ പരിതാപകരമായ ഒരു അവസ്ഥയിലേക്ക് കൂപ്പുകുത്തിപ്പോകുന്ന ഒരു അവസ്ഥയിലേക്ക് പോയത് ഈ UDF ഇത്തവണ മാത്രമാണ്. അതായത് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായി ഇരിക്കുന്ന സമയത്താണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വി ഡി സതീശൻ എന്ന് പറയുന്ന ഏറ്റവും ദുർബലനായ പ്രതിപക്ഷ നേതാവാണെന്നും ഒരു പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് ഇരുന്നുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ പലതും വി ഡി സതീശൻ ചെയ്യുന്നില്ല എന്നുള്ള വിമർശനവും പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന് നേരിടേണ്ടി വരുന്നുണ്ട്. വി ഡി സതീശൻ പാർട്ടിയെ ഭിന്നിപ്പിക്കുകയായിരുന്നു എന്ന തരത്തിലുള്ള വിമർശനവും വി ഡി സതീശനുണ്ട്. അപ്പോൾ ഇതിനെല്ലാം മറച്ചു പിടിക്കാൻ സംസ്ഥാന സർക്കാരിനെ കുറ്റം പറയണം. ഇവിടെ ജനങ്ങൾക്കറിയാം ഇവിടെ ശബരിമലയ്ക്ക് വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നും ഇനി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നതെന്നും ഇതുവരെ നമുക്കറിയാം. കേരളത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളെല്ലാം നമ്മൾ വളരെ കൃത്യമായി ഭംഗിയോടുകൂടി കൊണ്ടുപോകാൻ ഇടതുപക്ഷ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്.
അതേസമയം യു ഡി എഫ് ചെയ്ത് വെച്ചിരിക്കുന്ന ആകാശപാത പോലെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എടുത്തിട്ട് കോട്ടയം നഗരത്തിൻ്റെ നടുക്ക് കൊണ്ടുവന്നൊരു കമ്പിവേലി കെട്ടി വെച്ചിരിക്കുന്ന പോലെയുള്ള വികസന പ്രവർത്തനങ്ങളാണോ നടത്തിയെന്ന് ചിന്തിക്കണം. ടേക്ക് എ ബ്രേക്ക് എന്ന് പറയുന്ന ഒരു സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം തെക്ക് മുതൽ അങ്ങ് വടക്കേ അറ്റം വരെ റോഡിൻ്റെ സൈഡിൽ കൂണ് നിൽക്കുന്ന പോലെ ഒരു ബിൽഡിംഗ് ഏകദേശം 10 45 ലക്ഷം രൂപയാണ് വകയിരുത്തിയിരുന്നത്. എന്നാൽ പണിയറിയാവുന്നവർക്കറിയാം 5 ലക്ഷം രൂപ പോലും ചിലവാകാത്ത ബിൽഡിങ്ങുകൾ കെട്ടിക്കൊണ്ട് വ്യാപകമായ ഒരു വലിയ ഇതൊക്കെ കൊടുത്തതിന് ശേഷം പറഞ്ഞു ഇത് ഞങ്ങളുടെ വൈഫൈ അടക്കമുള്ള സംവിധാനങ്ങളുണ്ട്, FM റേഡിയോ കേൾക്കാനുള്ള സൗകര്യമുണ്ട്, അവിടെ ആൾക്കാർക്ക് വന്നിരിക്കാൻ ഫീഡിംഗ് റൂമുകൾ വരെയുണ്ട്, അവിടെ നിന്ന് റിഫ്രഷ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ, അവർക്ക് വേണ്ട ആഹാരം, സ്നാക്സ് അതുപോലുള്ള സാധനങ്ങൾ കഴിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളോടും കൂടി വിശാലമായ ഒരു പിന്നെ അതോടൊപ്പം വാഹനം പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ അടക്കമുള്ള സംവിധാനം ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മൻചാണ്ടിയുടെ ഭരണകാലഘട്ടത്തിൽ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം നടന്നിട്ട് ഉദ്ഘാടനം ചെയ്തിരുന്നു. എന്നിട്ട് ഏതാണ് ഇപ്പോൾ വികസിച്ച് നിൽക്കുന്നത്? അല്ലെങ്കിൽ ഏതാണ് ഇപ്പോൾ ഒരാൾക്ക് ഈ ടേക്ക് എ ബ്രേക്കിലേക്ക് വന്ന് ഒരു 5 മിനിറ്റ് ഇരിക്കാൻ കഴിയുന്നതാണോ? ഇവിടെ നമുക്ക് പല ഭാഗങ്ങളിലും കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും കാട് പിടിച്ച് മൂടിക്കിടക്കുന്ന ഒരവസ്ഥയിലാണ് ഈ ടേക്ക് എ ബ്രേക്ക് പോലെയുള്ള ഈ പറയുന്ന ഒരു റിഫ്രഷ്മെൻറ്റ് സെൻ്ററുകൾ ഇന്ന് നിലവിലിരിക്കുന്നത്. വിശ്രമ കേന്ദ്രങ്ങളാണ്. അവിടെ ഫീഡിംഗ് റൂമും ഇല്ല. അവിടെ എന്തിനേറെ പറയാൻ അവിടെ ഒന്ന് കയറി സാധാരണക്കാരൻ അവിടെ പോയി വെറുതെ അതിൻ്റെ അരികിൽ മാറി നിന്ന് മൂത്രമൊഴിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു പൊതു ശൗചാലയം എന്നൊരവസ്ഥയിലേക്ക് അത് മാറിക്കഴിഞ്ഞിരിക്കുന്നു. കാരണം പുറത്ത് നിന്നിട്ട് ഓപ്പൺ എയറിൽ സാധിക്കാം. കാര്യം അത് തുറക്കാറില്ല. അങ്ങനെ അന്ന് ആ നിർമ്മാണം കഴിഞ്ഞതിന് ശേഷം അടച്ചിട്ടത് പലതും ഇന്ന് തുറന്നിട്ട് പോലുമില്ല. എന്ന് വെച്ചാൽ കൃത്യമായി അവിടെ വൈദ്യുതി എത്തിക്കാൻ കഴിയുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം അതായിരുന്നു. അവിടെ ആ ടേക്ക് എ ബ്രേക്കിലേക്ക് വൈദ്യുതി കിട്ടുന്നില്ല. വൈദ്യുതി കിട്ടിയാലേ ആരെങ്കിലും അത് ലീസിന് എടുത്തിട്ടെങ്കിലും അത് ഒന്ന് ഓപ്പൺ ചെയ്യുള്ളൂ. അപ്പോൾ അതിന് പോലുമുള്ള സൗകര്യങ്ങൾ നൽകാതെയാണ് ഈ ടേക്ക് എ ബ്രേക്ക് പോലെയുള്ള സംവിധാനം അന്ന് ഉമ്മൻചാണ്ടി സർക്കാർ നടപ്പിലാക്കിയത്. എന്തെങ്കിലും ഒരു സമരം വരുമ്പോൾ അത് ഇട്ട് കളഞ്ഞിട്ട് പോകുന്ന ഒരു വലിയ നേതാക്കന്മാരുടെ പറ്റമായിരുന്നു UDF. അപ്പോൾ അത്തരത്തിലുള്ള വികസന മുരടിപ്പിൽ നിന്നും വികസനം എന്താണ് എന്ന് ജനം തിരിച്ചറിഞ്ഞു തുടങ്ങുന്നത് LDFിൻ്റെ ഭരണകാലത്തോടു കൂടിയാണ്. ആദ്യത്തെ തവണ കിറ്റ് കൊടുത്തിട്ടാണ് വിജയിച്ചതെന്ന് പറയുന്നു. ഇപ്പം നമ്മൾ നേരെ തിരിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പം നിപ നമ്മുടെ പട പ്രശ്നം ഉണ്ടാക്കി, കോവിഡ് ഉണ്ടായി, ഓഖി ഉണ്ടായി, അതോടൊപ്പം തന്നെ ഇപ്പോൾ പിന്നെ അമീബിക് മസ്തിഷ്ക ജ്വരം ഉണ്ടാകുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടം UDFിൻ്റെ കാലഘട്ടത്തിലായിരുന്നു നമുക്ക് ഊഹിക്കാൻ പോലും കഴിയുമായിരുന്നില്ല. അതെങ്ങനെ ആയിരിക്കും അത് മാനേജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ. തൻ്റെ കാര്യം മാത്രം നോക്കി ജീവിക്കുന്ന VS ശിവകുമാറിനെ പോലെയുള്ള മന്ത്രിമാർ ആരോഗ്യവകുപ്പിനെ ഭരിച്ച് മുടിച്ച് നാശക്കോട്ടയാക്കി വെച്ചിരിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ നിന്നൊക്കെ എത്രയോ ആരോഗ്യ കേരളം എത്രത്തോളം മുന്നോട്ട് പോയിരിക്കുന്നു എന്നുള്ളത് നമുക്ക് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അബ്ദുറബിനെ പോലുള്ള ആളുകൾ ഓണം വന്നത് നേരത്തെയാണെന്ന് പറയുന്ന മണ്ടത്തരം പറഞ്ഞുകൊണ്ട് ഭരണത്തിലിരിക്കുന്ന വിദ്യാഭ്യാസ വകുപ്പ് ഇരിക്കുന്ന സമയത്ത് ഇന്ന് ആ വിദ്യാഭ്യാസ വകുപ്പ് ബഹുദൂരം മുന്നിലാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കുട്ടികളുടെ ഒരു ചെറിയ പ്രശ്നം പോലും കൃത്യമായി മനസ്സിലാക്കാനും അതിനെതിരായി നടപടി ഉണ്ടാകാനും കഴിയുന്ന ഒരു ഭരണ സംവിധാനം കേരളത്തിന് ഉണ്ടാക്കി കൊടുത്തത് ഇടതുപക്ഷത്തിൻ്റെ ഭരണ നേട്ടമായി തന്നെ നമുക്ക് പരിഗണിക്കാൻ കഴിയും. അപ്പോൾ ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചില ഭരണ നേട്ടങ്ങൾ ഒരു വശത്ത് നിൽക്കുമ്പോൾ സർക്കാരിനെ ഇനി ഒരു വർഗീയ ഫാസിസ്റ്റ് ശക്തിയായി അല്ലെങ്കിൽ CPMനെ അങ്ങനെ ആക്കി തീർക്കുക, ഞങ്ങൾ എല്ലാ കാലത്തും മതേതരത്വം മാത്രം പറഞ്ഞിട്ടേ ഉള്ളൂ, ഞങ്ങൾ ന്യൂനപക്ഷങ്ങളുടെയൊപ്പം നിൽക്കും, ഞങ്ങൾ വിശ്വാസികൾക്കൊപ്പം നിൽക്കും, അതേസമയം തീവ്ര വർഗീയവാദികൾക്കൊപ്പം ഞങ്ങൾ നിൽക്കില്ല എന്ന് പറയുമ്പോഴും വെൽഫെയർ പാർട്ടിയോടുള്ള അവരുടെ ആ ഒരു യോജിപ്പ് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. SDPI പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചു കഴിഞ്ഞപ്പോൾ അവരാണ് ആദ്യമായി അവിടെ പിന്നെ ആഹ്ലാദ പ്രകടനം നടത്തിയത് എന്നുള്ളത് നമ്മുടെ കൺമുമ്പിൽ നിൽക്കുകയല്ലേ. അപ്പോൾ SDPI അപ്പോൾ ഇവർ മത തീവ്രവാദികളുടെ കൂട്ടത്തിൽ കൂട്ടിയിട്ടില്ലേ? അല്ലാന്നുണ്ടെങ്കിൽ വെൽഫെയർ പാർട്ടിയെ ഇവർ തീവ്രവാദ അല്ലെങ്കിൽ വർഗീയവാദം രൂക്ഷമായി പറയുന്നവരുടെ കൂട്ടത്തിലേക്ക് ഉൾപ്പെടുത്തിയിട്ടില്ലേ? അപ്പോൾ അങ്ങനെയൊക്കെ തുടങ്ങിയ നിരവധി കാര്യങ്ങൾ ഇവിടെ ഉള്ള സാഹചര്യത്തിലാണ്. അതുകൊണ്ടാണ് VD സതീശൻ പലപ്പോഴും നിലവിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നത്. ഇപ്പോൾ കയ്യൊക്കെ ചൂണ്ടി പിന്നെ പിണറായി വിജയനെ വിറപ്പിക്കാനൊക്കെ ശ്രമിച്ചുവെങ്കിൽ തന്നെയും അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാരിനെ വിറപ്പിക്കാനൊക്കെ ശ്രമിച്ചുവെങ്കിൽ തന്നെയും ഏറ്റവും കൂടുതൽ പണി കിട്ടിയിരിക്കുന്ന ആർക്കാണെന്ന് ചോദിച്ചാൽ കോൺഗ്രസ് പാർട്ടിക്ക് തന്നെയാണ്. ഒന്നിന് പിറകെ ഒന്നായിട്ടല്ലേ വരുന്നത്. ഇപ്പം തന്നെ നമുക്കറിയാം പറവൂരിൽ സതീശൻ്റെ സ്വന്തം മണ്ഡലത്തിൽ തന്നെയാണ് ഷൈൻ ടീച്ചർക്കെതിരായ ഒരു ആരോപണം ഉയർത്തിക്കൊണ്ടുവന്നത്. ഏറ്റവും ഒടുവിൽ എന്ത് സംഭവിച്ചു? ആ ഷൈൻ ടീച്ചർക്കെതിരെ ഉയർത്തിക്കൊണ്ടുവന്ന ആരോപണത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഒരു കോൺഗ്രസ്സുകാരനാണെന്നും അതിനെ ഊതിപ്പെരുപ്പിച്ച് വലിയൊരു കഥയാക്കി മാറ്റിയത് ഷാജഹാൻ എന്ന് പറയുന്ന ഒരു മാധ്യമപ്രവർത്തകനാണെന്നും ഒക്കെ അത് പിന്നീട് വ്യക്തമാവുകയല്ലേ ചെയ്യുന്നത്. അപ്പം ഇതെല്ലാം എന്ത് പ്രവൃത്തിയിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ ഡോക്ടർ ഷിൻഡോ ജോൺ അടക്കമുള്ളവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാനസിക പ്രശ്നമുണ്ട്. അവരൊക്കെ ഇതിനെ വന്നിരുന്ന് ന്യായീകരിച്ച കൂട്ടത്തിലുള്ളവരാണ്. അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്ന കൂട്ടത്തിൽപ്പെട്ടവരാണ്. അവർ സാമൂഹ്യ മാധ്യമങ്ങളുടെ VRM ഷഫീർ പോസ്റ്റ് മുക്കി വരെ ഓടി. അപ്പം മെറ്റയിൽ നിന്ന് അതിൻ്റെ ഡീറ്റെയിൽ എല്ലാം കിട്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പം മൊത്തത്തിൽ ഇവരൊരു വല്ലാത്ത കുത്തഴിഞ്ഞ അവസ്ഥയിൽ എന്ത് ചെയ്യുന്നു എന്ത് പ്രവർത്തിക്കുന്നു എന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത സ്ഥലജല വിഭ്രാന്തി ബാധിച്ച ഒരു വിഭാഗം ആളുകളായിപ്പോയി കോൺഗ്രസിലേക്ക്.
ആ കോൺഗ്രസിനെ നയിക്കുന്ന ഒരാളായി വി ഡി സതീശൻ മാറുമ്പോൾ വി ഡി സതീശന് സ്വാഭാവികമായി നിലതിരി നിൽക്കുകയാണ്. കാര്യം എല്ലാവരും പോയി കഴിഞ്ഞിരിക്കുന്നു, തന്നെ വിട്ടുപോയിരിക്കുന്നു, താൻ പലരെയും ഒഴിവാക്കി വിട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു സാഹചര്യം കൂടി നിലവിൽ വന്നപ്പോൾ കനകോലു പറഞ്ഞ പോലെ 60 സീറ്റൊക്കെ സ്വപ്നം മാത്രമായി അവശേഷിക്കുമോ എന്നുള്ള ഒരു ആശങ്ക വി ഡി സതീശൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആഗോള അയ്യപ്പ സംഗമത്തെ ചെറുത്ത് കഴിഞ്ഞാൽ കുറച്ച് ഹൈന്ദവരുടെ വോട്ടെങ്കിലും കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ വി ഡി സതീശൻ.